കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കളെ, UDF സ്ഥാനാർത്ഥികളെ, വിന്നബിലിറ്റി ഉണ്ടായിരുന്നവരെ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. CPMൻ്റെ ചില ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രശ്നം അതുണ്ട്. ഞാൻ പിന്നീട് അറിഞ്ഞത് കൊട്ടാരക്കരയിൽ എന്നോട് ഞാൻ മത്സരിക്കാൻ ആഗ്രഹിച്ചില്ലായിരുന്നു കൊട്ടാരക്കര. എന്നോട് അങ്ങോട്ട് പുറപ്പെടാൻ കർണാടകയുടെ അന്നത്തെ ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായൺ, കേരളത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു, അദ്ദേഹം അങ്ങോട്ട് പുറപ്പെടാൻ ആഗ്രഹിച്ച ലാസ്റ്റ് മൊമെൻറ്റിലാണ് എന്നെ അവിടെ നിന്ന് മാറ്റുന്നത്. കാരണം ഞാൻ പോയി മത്സരിച്ചാൽ കേരളത്തിൽ ഇന്നും വേറൊരു ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നേനെ, അവിടെ റിസൾട്ട് മാറുമായിരുന്നു. അപ്പം രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഹരിപ്പാട്. VT ബൽറാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വോട്ട് മറിച്ചിട്ടുണ്ട്. അപ്പം UDF നേതാക്കളെ പരാജയപ്പെടുത്താനും CPM നേതാക്കൾക്ക് വിജയമൊരുക്കാനും വേണ്ടിയുള്ള വളരെ വലിയൊരു ഇലക്ഷൻ എഞ്ചിനീയറിങ് CPMഉം BJPയും ചേർന്ന് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് തുടർഭരണം ഉണ്ടായത്. ആ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ് തൃശ്ശൂരിൽ കണ്ടത്. കള്ളവോട്ട് മുതൽ തൃശ്ശൂർ പൂരം അട്ടിമറിക്കൽ വരെയുള്ള കാര്യങ്ങളുടെ പുറകിൽ മുഴുവൻ നടന്നിട്ടുള്ളത് ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്.